ഇന്നെന്താ ഉണ്ടാക്കാൻ പോകുന്നത്? ഇന്നുണ്ടാക്കാൻ പോകുന്ന ഒരു സൂചി ഗോതമ്പ് പായസം വെച്ച് നോക്കാം. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒന്ന് പറയുമോ? അതിൻ്റെ ഇൻഗ്രീഡിയൻസ് സൂചി ഗോതമ്പ് കുറച്ച് വെച്ച് നോക്കുക നമ്മൾ. പിന്നെ നെയ്യ്, കപ്പലണ്ടി, ശർക്കര ഉരുക്കിയത്, പിന്നെ മുന്തിരിങ്ങ, ഇത്ര സാധനം മതി. പാല്. ഓക്കെ, നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ആദ്യം നമ്മൾ സൂചി ഗോതമ്പ് നെയ്ക്കകത്ത് അങ്ങ് വറക്കും. നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. അളവെങ്ങനെ? അളവ് നമുക്ക് ആവശ്യാനുസരണം എടുക്കാം. നമ്മളിപ്പോൾ ഇച്ചിരി എടുത്ത് നോക്കുക. ഓക്കെ, എക്സ്പെരിമെൻറ്റ്. നമുക്ക് ഇത്രയും പേർക്ക് വേണ്ടി മാത്രം. ഓക്കെ, ഹോം മെയ്ഡ് നെയ്യ് തീരാറായല്ലോ. ഹോം മെയ്ഡ് നെയ്യ് ആദ്യം നെയ്യ് വെച്ചിട്ട് വറക്കണം. ചെറിയ കപ്പിന് 1 കപ്പ്. ഇതിലൂടെ വിടുവാണേ. കേട്ടോ. ഇത് കരിഞ്ഞു പോകാതെ ഇളക്കണോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? പാകം എന്തെങ്കിലും ഉണ്ടോ? കരിഞ്ഞു പോകാതല്ല, ഒരു ഇച്ചിരി നേരം 2 മിനിറ്റ് ഒന്ന് നെയ്ക്കകത്ത് ഒന്ന് വറുത്തെടുക്കണം. അത്രയും. ഇതെന്തിനെങ്ങനെ ചെയ്യുന്നതെന്നാ പറഞ്ഞത്? നെയ്ക്കകത്തിട്ട് വഴറ്റുന്നതെന്നാ പറഞ്ഞത്? അതിൻ്റെ പശ മാറാനായിട്ട്. സൂചി ഗോതമ്പിൻ്റെയോ? ഇനി എന്തെടുക്കാൻ പോവാ? നമ്മൾ അത് വേവിക്കാൻ പോവുക, സൂചി ഗോതമ്പ്. അപ്പോൾ അത് കുക്കറിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് വേവിക്കുക. വെള്ളം തിളച്ചിട്ടാണ് ഇടണ്ടേ? വെള്ളം തിളയ്ക്കണമെന്നില്ല. വെള്ളം തിളച്ചില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അങ്ങോട്ടിട്ട് മിക്സ് ഘടിപ്പിക്കുക. കേട്ടോ. ഇതിപ്പോൾ എത്ര വിസിലാണ് വേണ്ടേ? 3-4 വിസിലടിക്കുമ്പോൾ ഓഫ് ചെയ്ത് നോക്കണം. എത്ര? ഒരു 3-4 വിസിലടിക്കുമ്പോഴത്തേനും ഓഫ് ചെയ്ത് നോക്കണം. ഇതിന് അണ്ടിപ്പരിപ്പിനെക്കാട്ടി നല്ല ടേസ്റ്റ് വരുന്ന കപ്പലണ്ടി ഇടുന്നത്. എന്തോ എന്തോ ഇതിനകത്തൊരു ശകലം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം. എന്തിനാ പായസത്തിനകത്ത് ഉപ്പിടുന്നത്? അതിൻ്റെ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് പാലോടെ ഒഴിച്ചിട്ട് പായസം താമേ. തിളക്കട്ടെ. തിളച്ചിട്ട് പാലൊക്കെ ഒഴിക്കാം. പറഞ്ഞെനിക്ക്